ബ്രൗസർ എടുത്ത് ഈ കാണുന്ന ലിങ്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം, അത് കോപ്പി പേസ്റ്റ് ചെയ്താലും മതി. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് നമുക്ക് കിട്ടും. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നമുക്ക് FTTH നമ്പർ കൊടുക്കാൻ, നമ്മുടെ ലാൻഡ് നമ്പർ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വിത്തൗട്ട് 0 ആ FTTHൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഇതിപ്പോൾ കോഡ് നമുക്ക് ഉണ്ട്. അപ്പോൾ 0490 ആണെങ്കിൽ 0 ഒഴിവാക്കിക്കൊണ്ട് 490 ആ ഒരു ലെവലിൽ കൊടുക്കുക. കോഡ് അടിച്ച് ലാൻഡ് ഫോൺ നമ്പർ അടിച്ചതിന് ശേഷം അതിന് തൊട്ട് താഴെ തന്നെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യണം. നമ്മൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറാണ് ടൈപ്പ് ചെയ്യേണ്ടത്. FTTH കണക്ഷൻ എടുത്ത സമയത്ത് കൊടുത്ത മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം താഴെ കാണുന്ന ഈ കോഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെരിഫൈ എന്നുള്ളത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സെക്കൻഡ് കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന പേജിൽ നമ്മുടെ മൊബൈലിൽ വന്നിട്ടുള്ള OTP ഇതായി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് വാലിഡേറ്റ് OTP എന്ന് കൊടുക്കുക. ഇതിന് ശേഷം വരുന്ന പേജിൽ ഇവിടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി ചെയ്യുന്ന ഒരു ടിക്ക് ചെയ്യുന്ന ചെറിയൊരു ബോക്സ് ഉണ്ട്, അവിടെ ടിക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ കൺഫേം എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ FTTH നമ്പർ രജിസ്റ്റർ ആയി. ഓക്കെ. BSNL പല സ്ഥലങ്ങളിലും പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിലും മറ്റും ആക്സസ് പോയിൻറ്റുകൾ വെച്ചിട്ടുണ്ട്. അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ വൈഫൈ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BSNL വൈഫൈ റോമിംഗ് എന്ന് കാണിക്കും. നമ്മൾ അതിൽ ലോഗിൻ ചെയ്തത് ഇങ്ങനത്തെ ഒരു പേജ് വരും. ഇതിൽ മേലെ ആ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്നുള്ളിടത്ത് നമ്മൾ FTTH കണക്ഷൻ എടുത്ത സമയത്ത് കൊടുത്തിട്ടുള്ള ആ മൊബൈൽ നമ്പർ മേലെ എൻ്റർ ചെയ്യുക. അതിൻ്റെ താഴെയായിട്ട് ആ പാസ്വേഡ് എന്നുള്ള സ്ഥലത്ത് നമ്മളുടെ മൊബൈലിലോട്ട് രജിസ്റ്റർ ചെയ്ത സമയത്തൊരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ഒരു പാസ്വേഡ് വന്നിട്ടുണ്ടാവും, അത് അവിടെ എൻ്റർ ചെയ്യുക. എന്നിട്ട് ലോഗിൻ കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു പേജ് വരും. ഈ കാണുന്ന പേജിൽ ആദ്യത്തേത് നമ്മളുടെ മൊബൈലിൻ്റെ MAC ID ആണ്. രണ്ടാമത്തെ കോളത്തിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു നിക്ക് നെയിം കൊടുക്കാം. ഇത് 4 എണ്ണം ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ആരുടെ മൊബൈലാണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് എന്തെങ്കിലും ഒരു നിക്ക് നെയിം കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ഗെറ്റ് OTP എന്നുള്ളത് പ്രസ് ചെയ്യുക. കുറച്ച് കഴിയുമ്പം OTP വരും. ആ OTP ഇതാ നെക്സ്റ്റ് പേജിൽ വരുമ്പോൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആഡ് ഡിവൈസ് കൊടുക്കുക. ഈ ഡിവൈസ് ഇപ്പോൾ ആഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ബാലൻസ് 3 ഡിവൈസും കൂടി ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഡിവൈസിൽ നെറ്റ് കിട്ടി തുടങ്ങി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ.